നമസ്കാരം, ഞാൻ ജോഹാൻ ജെയിംസ്. ഞാൻ ലിയോ തേർഡ് ഇംഗ്ലീഷ് മീഡിയം സെൻട്രൽ സ്കൂൾ ആലപ്പുഴയിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്നെ വായനയുടെ ലോകത്തിലേക്ക് ആദ്യമായി നയിച്ചത് ശ്രീ ദേവലാൽ ചെറുകരയുടെ മായൻ കടുവ എന്ന പുസ്തകമാണ്. ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കുന്നതും ഇതിന്റെ ആസ്വാദനമാണ്. പ്രകൃതിയെ മെരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതിനെ കീഴ്പ്പെടുത്തുകയല്ല, മറിച്ച് അതിനെ മനസ്സിലാക്കുകയാണ് എന്ന് നമ്മെ ശ്രീ ദേവലാൽ ചെറുകര ഓർമ്മിപ്പിക്കുന്നു. തേനീച്ചയും കടുവയും ആനയും കാട്ടിലെ കൂട്ടുകാരുമൊക്കെ നമ്മുടെ മുന്നിലൂടെ കഥ പറഞ്ഞു പോകുന്ന ഒരു പ്രതീകമാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ മൃഗങ്ങളെ കുറിച്ചുള്ള ഓരോ വിവരണവും ശ്രീ ദേവലാൽ ചെറുകര ആഴമായി പഠിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മെ ഒരു അത്ഭുതകരമായ വേറെ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. ഇതൊരു കടുവയുടെ മാത്രം കഥയല്ല. കൊടുങ്കാട്ടിൽ നിധി തേടി ഇറങ്ങിയ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ഗ്രാമീണരുടെയും കുട്ടികളുമൊക്കെ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. ഈ ഭൂമി ആർത്തി പൂണ്ട മനുഷ്യന് മാത്രമുള്ളതല്ല. കുട്ടികൾക്ക് നന്മയും അറിവും എല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു നോവലാണ് മായൻ കടുവ. ഇത് ബാലസാഹിത്യ നോവലാണെങ്കിലും ഇത് എല്ലാ പ്രായക്കാർക്കും വായിച്ച് രസിക്കാം, ഒരേപോലെ വായിച്ച് രസിക്കാം. നമ്മൾ ഓർക്കണം, കാടില്ലെങ്കിൽ മനുഷ്യനില്ല. കാട്ടിലെ മനുഷ്യരുടെ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ സങ്കടം വന്നേക്കാം, ചിലപ്പോൾ അതിശയം തോന്നിയേക്കാം. ഈ പുസ്തകം മലയാളത്തിന് സമ്മാനിച്ച എഴുത്തുകാരന് നന്ദി. ഇത് എല്ലാ കുട്ടികളും വായിച്ചിരിക്കേണ്ട ഒരു കഥയാണ്. ഇനിയും ഈ പുസ്തകം ഉയരങ്ങളിലേക്കെത്തി കുറെ സമ്മാനങ്ങളും വാരിക്കൂട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.